നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മോടൊപ്പം ഉള്ളതിന്റെ വില നമുക്ക് ആ സമയത്ത് മനസ്സിലാവില്ല. പിന്നീട് അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമായിരിക്കും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത്തരത്തിലൊരു കഥയാണ് ടെയിൽസ് ഓഫ് ദി അൺയൂഷ്വൽ. ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയിട്ട് 3 വർഷമായി. പെട്ടെന്നൊരു ദിവസം മുതലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ രൂപം ആ വീട്ടിൽ കാണാൻ തുടങ്ങിയത്. അതും വീട്ടുജോലികൾ ചെയ്യുന്നതായിട്ട്. ജീവിച്ചിരിക്കുന്ന സമയത്തും ആ സ്ത്രീ ഇതുതന്നെയാവാം ചെയ്തിട്ടുണ്ടാവുക. അദ്ദേഹം ഭാര്യയെ തൊടാനും അവളോട് സംസാരിക്കാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ അവളുടെ ഓർമ്മകളെ സ്പർശിക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ഭാര്യ തുണി ആറിയിടുന്ന സമയത്ത് അയാൾ അയൽവാസിയെ വിളിച്ച് നിങ്ങൾക്ക് എന്റെ ഭാര്യയെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഭാര്യയെ കാണാനോ? എനിക്കൊന്നും പറ്റുന്നില്ല എന്ന് അയാൾ മറുപടി പറഞ്ഞപ്പോ ഓ ശരി, നിങ്ങൾ പോയിട്ട് നിങ്ങളെ പണി നോക്ക് എന്ന് അയാൾ അയൽവാസിയോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴും സംശയം മാറാത്ത അയാൾ തന്റെ മകളെ വിളിച്ച് മോളെ, എനിക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് മകളോട് ചോദിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലുമാണ് വീട്ടിലുണ്ടാവുന്നത്, ആ സമയത്ത് ഇതുപോലെ ഭ്രാന്തമായിട്ട് പെരുമാറിയ എനിക്ക് നിങ്ങളെ നോക്കാനൊന്നും പറ്റില്ല എന്ന് മകള് വളരെ വിഷമത്തോടെ അച്ഛനോട് പറയുന്നു. അത് കേട്ടതോടെ അയാളുടെ മനസ്സുടഞ്ഞുപോയി. പാവം, ഇപ്പോ ഭാര്യയും കൂട്ടിനില്ല. മകളാണെങ്കിൽ അച്ഛനെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഒരു ദിവസം അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ഡൈനിങ് ടേബിളിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഭക്ഷണം വിളമ്പി വെച്ച് ആരെയോ കാത്തിരിക്കുന്നത് പോലെ. എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ഭാര്യയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാമെന്ന് തീരുമാനിക്കുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അയാൾ ഭാര്യയോട് ചോദിക്കുന്നു. പക്ഷെ ഭാര്യയുടെ ആത്മാവിന് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവര് വിളമ്പി വെച്ച ആഹാരവും എടുത്ത് അകത്തേക്ക് പോകുന്നു. കൂടുതൽ സമയവും ആ അമ്മ ഒറ്റയ്ക്കായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അദ്ദേഹം തന്റെ കൂട്ടുകാരനെ വീട്ടിലേക്ക് വിളിച്ച് തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം വിവരിക്കുന്നു. അവൾ ജീവിച്ചിരുന്നപ്പോഴെല്ലാം നീ ജോലി ജോലി എന്ന് പറഞ്ഞ് തിരിയുകയായിരുന്നു. ഒരിക്കൽ പോലും അവൾക്ക് വേണ്ടി നീ സമയം ചെലവഴിച്ചിരുന്നില്ല. അതായിരിക്കാം അവളുടെ ഓർമ്മകൾ നിന്നെ പിന്തുടരുന്നത്. നീ വിഷമിക്കാതിരിക്കെ. അവളെ നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന സമയത്തോളമെങ്കിലും അവളുടെ കൂടെ ഇരിക്കെ. അവളോടൊപ്പം സമയം ചെലവഴിക്ക് എന്ന് അയാളോട് പറഞ്ഞിട്ട് ഫ്രണ്ട് അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം ഭാര്യ ബാഗൊക്കെ എടുത്ത് എവിടേക്കോ പുറത്തേക്ക് പോകുന്നു. അയാളും ഭാര്യയെ പിന്തുടർന്നു പോകുന്നു. നോക്കുമ്പോൾ പുള്ളിക്കാരി ഒരു ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആരെയോ ഫോൺ വിളിക്കുന്നു. അവളുടെ മുഖമെല്ലാം മാറിയിരിക്കുന്നു. എന്തോ വിഷമത്തിലാണ്. അപ്പോഴാണ് അയാൾക്ക് ആ ദിവസം ഓർമ്മ വന്നത്. പക്ഷെ അന്ന് തിരക്ക് കാരണം അയാൾ ഭാര്യയുടെ ഫോൺ എടുത്തിരുന്നില്ല. ആ ഒരു ദിവസമായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ഭാര്യ അയാളെ വിളിച്ചത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. ഒരു അത്യാവശ്യ കാര്യത്തിന് ആരെങ്കിലും വിളിച്ചാൽ അവർ ഫോൺ എടുക്കില്ല. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വിളിച്ചാൽ നമുക്ക് ഫോൺ എടുക്കാനും പറ്റില്ല. പിന്നെ തിരിച്ചു വിളിച്ചാലോട്ട് ഫോൺ കിട്ടാറുമില്ല. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യുക. അദ്ദേഹത്തിന് ഇപ്പോഴാണ് ആ കോളിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. അന്ന് അദ്ദേഹം ആ ഫോൺ എടുത്തിരുന്നെങ്കിൽ ഭാര്യയെ അദ്ദേഹത്തിന് നന്നായി നോക്കാനും അവളുടെ അവസ്ഥയിൽ പരിചരിക്കാനും സാധിച്ചേനെ. ആ അമ്മയ്ക്ക് അൾഷിമേഴ്സ് രോഗം ബാധിച്ചിരിക്കുകയാണ്. ഓർമ്മകൾ ഓരോന്നായി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്നും ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഭർത്താവിനെ വിളിച്ചതാണ് ആ അമ്മ. പക്ഷെ ജോലി തിരക്ക് കാരണം അദ്ദേഹം ആ ഫോൺ എടുത്തിരുന്നില്ല. ആ ദിവസം വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ആ അമ്മ തന്റെ രോഗവിവരവും ആശുപത്രിയിലേക്ക് പോയതും ചെക്കപ്പ് നടത്തിയതുമെല്ലാം മറന്നുപോയിരുന്നു. അന്ന് താൻ ആ ഫോൺ എടുത്തിരുന്നെങ്കിൽ ഈ വിവരങ്ങളെല്ലാം താൻ അറിഞ്ഞേനെ എന്ന് ചിന്തിച്ച് വിഷമിച്ച് കണ്ണ് നിറഞ്ഞ് അയാൾ അവിടെ വിറങ്ങലിച്ചു നിൽക്കുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ ഒറ്റയ്ക്ക് വീട്ടുജോലികൾ ഓരോന്നും ചെയ്യാൻ തുടങ്ങി. വാഷിംഗ് മെഷീനിൽ വസ്ത്രങ്ങളിട്ട് അലക്കാൻ പോലും അയാൾക്കറിയില്ല. എല്ലാം ചെയ്തിരുന്നത് ഭാര്യയായിരുന്നല്ലോ. വാഷിംഗ് മെഷീൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ മാനുവൽ എടുത്ത് നോക്കുകയായിരുന്നു അദ്ദേഹം. ആ സമയത്ത് ഭാര്യയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വന്ന് വാഷിംഗ് മെഷീനിൽ തുണിയെടുത്തിട്ട് അതിന്റെ ബട്ടണുകൾ ഓരോന്നും പ്രസ് ചെയ്യുന്നു. അത് ഓരോന്നും നോക്കിക്കണ്ട് അയാൾ ഒരു നോട്ടിൽ എഴുതി വെക്കുന്നു. ആ അമ്മ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓരോന്നും ഉണ്ടാക്കുകയാണ്. അത് നോക്കി നോക്കി അയാളും ഓരോന്നുണ്ടാക്കാൻ തുടങ്ങുന്നു. ഒടുവിൽ അത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോ ഭാര്യ ഉണ്ടാക്കി തന്നതിന്റെ അതേ രുചി. മരിച്ചുപോയതിനു ശേഷവും ഭർത്താവിന് വേണ്ടി ചിന്തിക്കുന്ന ഒരാത്മാവ്. സാവധാനത്തിൽ അദ്ദേഹം തന്നെ എല്ലാ ജോലികളും ചെയ്യാൻ പഠിച്ചു. അപ്പോഴാണ് ഒറ്റപ്പെടലിന്റെ വേദന അയാൾ മനസ്സിലാക്കി തുടങ്ങിയത്. മറ്റൊരു ദിവസം നമ്മുടെ വീട്ടിലൊക്കെ പൈസ അരിയിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി പൂഴ്ത്തി വെക്കാറില്ലേ, അതുപോലെ ആ അമ്മയും കുറച്ച് പണം അവിടെ ഇവിടെയായിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതും എടുത്ത് എവിടേക്കോ പോകുന്നു. ഭർത്താവും അത് നോക്കി അവളെ പിന്തുടർന്ന് ഒളിച്ചൊളിച്ചു പോകുന്നു. സംശയിക്കാനൊന്നുമില്ല, പുള്ളിക്കാരി ഒരു ഹോട്ടലിലേക്ക് ചെന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ദിവസവും വീട്ടുജോലി ചെയ്യുന്നവർക്ക് ഒരു റെസ്റ്റ് ആവശ്യമാണല്ലോ. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ ഭർത്താവിനും ഇഷ്ടപ്പെട്ടത് മാത്രമായിരിക്കാം വീട്ടിൽ ഉണ്ടാക്കിയിരുന്നത്. അത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കഴിക്കാനായിരിക്കാം ഇപ്പോ ഈ വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല കേട്ടോ. ഇതൊക്കെ മുമ്പ് നടന്ന കാര്യങ്ങളാണ്. ഇദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ഭാര്യയുടെ ആത്മാവിലൂടെ ആ സംഭവങ്ങളെല്ലാം നേരിൽ കാണുകയാണ് അയാൾ. താൻ തന്റെ ഭാര്യയെ തീരെ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് അയാൾക്ക് ഇപ്പോൾ തോന്നുന്നു. അവളെക്കുറിച്ച് തനിക്ക് യാതൊന്നും അറിയില്ല എന്ന് അയാൾ വേദനയോടെ മനസ്സിലാക്കുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു പാർക്ക് കണ്ടപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് നിന്ന് അതിനുള്ളിലേക്ക് കയറി പോകുന്നു. ദൂരെ ട്രെയിൻ പോകുന്നത് അവിടെ നിന്നാൽ കാണാമായിരുന്നു. ആ ട്രെയിനിലേക്ക് നോക്കി അവൾ ടാറ്റ പറയുന്നു. ഭർത്താവും അത് തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഭർത്താവിനോട് പറയും, നിങ്ങളുടെ ഭാര്യ പലപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ അവൾ ഇവിടെ ഇരിക്കുന്നത് കാണാം. പക്ഷെ എല്ലായ്പ്പോഴും അവൾ ഒറ്റയ്ക്കായിരുന്നു. ആ ഏകാന്തത അവളെ വിഷമിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ് ആ അപ്പൂപ്പൻ അവിടെ നിന്നും പോകുന്നു. വഴിപോക്കനായ ഒരാള് തന്റെ ഭാര്യയെ മനസ്സിലാക്കിയത്ര പോലും താൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന കാര്യം അയാളെ
കൂടുതൽ വേദനിപ്പിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഫ്രണ്ട് വീട്ടിലേക്ക് വരുന്നു. നിന്റെ ഭാര്യ മരിച്ചിട്ട് 3 വർഷമായി, പക്ഷെ ഇപ്പോഴാണ് നീ അവളെ മിസ് ചെയ്തു തുടങ്ങിയത്. അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും അവളോടൊപ്പം ഉണ്ടാവണം, വീണ്ടും അവളെ മിസ് ചെയ്യരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കൂട്ടുകാരൻ പോകുന്നു. ഫ്രണ്ടിന്റെ ഉപദേശം കേട്ടതോടെ അദ്ദേഹം ഓഫീസിൽ നിന്നും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് ഭാര്യയുടെ കൂടെ തന്നെ ഇരിക്കാമെന്ന് തീരുമാനിക്കുന്നു. പിന്നീട് ഒരു ദിവസം ഭാര്യ ഒരു ന്യൂസ് പേപ്പർ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ കാണുന്നു. എന്താണെന്ന് പോയി എത്തി നോക്കിയപ്പോൾ ആ പേപ്പറിൽ ഒരു ചിമ്പാൻസി കുട്ടിയുടെ ഫോട്ടോയും വാർത്തയും ഉണ്ടായിരുന്നു. അത് നോക്കിയാണ് ഭാര്യ ചിരിക്കുന്നത്. സംഗതി വേറെ ഒന്നല്ല, ഈ ചിമ്പാൻസി കുട്ടിയുള്ള സൂയിൽ വെച്ചായിരുന്നു അദ്ദേഹം അവളെ പ്രൊപ്പോസ് ചെയ്തിരുന്നത്. ആ സ്ത്രീയുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. അൾഷിമസ് വന്ന് സ്വന്തം കാര്യങ്ങളെല്ലാം മറന്നുപോയിട്ടും ഭർത്താവിനെ കുറിച്ചും അയാളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും അയാളുമൊത്തുള്ള നിമിഷങ്ങളെ പറ്റിയും എല്ലാം അവർക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. റിട്ടയർമെന്റ് ചെയ്തപ്പോൾ കിട്ടിയ പണമെടുത്ത് മകളുടെ കല്യാണം നടത്തുന്നു. ചടങ്ങിൽ തന്റെ ഭാര്യയെക്കുറിച്ച് വളരെ അഭിമാനപൂർവ്വം അയാൾ എല്ലാവരോടും സംസാരിക്കുന്നു. അത് കേട്ടതും മകള് വളരെ ദേഷ്യത്തോടെ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നത്? ജീവിച്ചിരുന്ന സമയത്ത് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അമ്മയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കാരണമാണ് എന്റെ അമ്മ മരിച്ചുപോയത് എന്ന് കരഞ്ഞു പറയുന്നു. മകളുടെ വാക്ക് കേട്ടതും ഹൃദയം നുറങ്ങുന്ന വേദനയോടെ കരഞ്ഞുകൊണ്ട് മകളോട് ക്ഷമ ചോദിക്കുന്നു. അവസാനം ഭാര്യയുടെ മരണ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് അയാളുടെ കൺമുന്നിൽ തന്നെ അയാൾ കാണുന്നു. അദ്ദേഹത്തിന്റെ ഡ്രസ്സുകൾ അയൺ ചെയ്യുന്നതിന് വേണ്ടി അയൺ ബോക്സ് ഓൺ ചെയ്തു വെച്ചിട്ട് അത് മറന്നുപോയി അവിടെ ഉണ്ടായിരുന്ന പേപ്പറുകളും ബില്ലുകളും എല്ലാം എടുത്തു വയ്ക്കുകയാണ് ആ അമ്മ. ആ ഡ്രസ്സ് കരിഞ്ഞ് അയൺ ബോക്സിന് തീപിടിക്കുന്നു. വീട് മുഴുവൻ പുക നിറയാൻ തുടങ്ങി. അദ്ദേഹം ഓടി വന്ന് ആ ഇസ്തിരിപ്പെട്ടി ഓഫാക്കാൻ ഭാര്യയോട് അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നടന്നു കഴിഞ്ഞ ഓർമ്മകളെ ആർക്കെങ്കിലും മാറ്റാൻ സാധിക്കോ? അല്പസമയത്തിനുള്ളിൽ ഭാര്യ ആ തീ കാണുന്നു. വേഗം തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ പുള്ളിക്കാരി വാതിലിനടുത്തേക്ക് വരുന്നു. അത് കണ്ട ഭർത്താവും സന്തോഷിക്കുന്നു. പക്ഷേ ആ അമ്മ താൻ പുറത്തേക്ക് ഓടുന്നതിന്റെ കാര്യം മറന്നുപോവുകയും വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുന്നു. ഇവളിത് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ അദ്ദേഹം ഭാര്യയോട് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതേസമയം ഭാര്യയാവട്ടെ മേശയിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് അതിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്നു. ആ ഫോട്ടോ മറ്റൊന്നുമായിരുന്നില്ല, അന്നേ ദിവസം സൂവിൽ വെച്ച് ആദ്യമായി അവർ ഒരുമിച്ചെടുത്ത ഫോട്ടോ. അതുകൂടി കണ്ടതോടെ ആ മനുഷ്യന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. മരണത്തിന് തൊട്ടു മുമ്പ് പോലും തന്റെ ഫോട്ടോയാണ്, തന്റെ ഓർമ്മകളാണ് തന്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നത് എന്ന സത്യം അയാൾ മനസ്സിലാക്കുന്നു. വിഷമം സഹിക്കാൻ വയ്യാതെ അയാൾ അലമുറയിട്ട് കരയുന്നു. പാവം കൈകൂപ്പി നിലത്ത് കിടന്ന് തന്റെ ഭാര്യയോട് മാപ്പ് ചോദിക്കുകയാണ് അയാൾ. പെട്ടെന്ന് ഭാര്യയുടെ ശബ്ദം അയാൾ കേൾക്കുന്നു. എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ ഭാര്യയുടെ ആത്മാവ് ചിരിച്ചുകൊണ്ട് അയാൾക്ക് നേരെ കൈനീട്ടുന്നു. അത്ഭുതത്തോടെ അയാളും അവൾക്ക് നേരെ കൈനീട്ടുന്നു. അയാൾ സ്പർശിച്ച ഉടനെ തന്നെ ആ ആത്മാവ് മറഞ്ഞു പോകുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ തന്റെ ഭാര്യ പോയിരിക്കാറുള്ള ആ പാർക്കിൽ പോയിരുന്ന് അവരുടെ ഫോട്ടോയും നോക്കിയിരിക്കുകയാണ് അദ്ദേഹം. ഭാര്യയുടെ ഓർമ്മകളിലൂടെ അയാൾ ജീവിച്ചു തുടങ്ങുന്നു. നമുക്ക് സ്വന്തമായവർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ കുറച്ച് സമയമെങ്കിലും മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.